ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഒരു വേദികളിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഭരണവിരുദ്ധ വികാരമായി വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയില്ല. അത് തെറ്റായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. അത് CPIയുടെ ബന്ധപ്പെട്ട ഏതോ കമ്മിറ്റി വിലയിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്ക് അതിൻ്റെ ദുഷ്ടലാക്ക് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി ഏകപക്ഷീയമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുവെന്ന്. ഒരു ഏകപക്ഷീയമായ കാര്യങ്ങളും മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല. ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള കാര്യം എനിക്കറിയാം. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഏകണ്ഠമായിട്ടാണ് എടുക്കുന്നത്. ഒരു തീരുമാനങ്ങൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം തെറ്റായ വാർത്തകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രചരണം മാത്രമായി കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്തും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. അല്ല, നമുക്ക് ഹിമാലയം പരാജയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചെറിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം തെറ്റ് തിരുത്തി എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും. നമ്മുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ചേർന്നുകൊണ്ട് വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും ചെറിയൊരു പരാജയം ഉണ്ടായാൽ അങ്ങനെ പുറകോട്ട് അടിച്ച് പോകുന്ന മുന്നണിയല്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ നിന്ന് ഉത്കണ്ഠയില്ല. ജനവിധി മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.